കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ. പുതിയ UDF മന്ത്രിസഭ അധികാരമേറ്റ ചടങ്ങ് ഭരണ പ്രതിപക്ഷ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും അപൂർവ സംഗമവേദിയായും മാറി. പുതിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ടെത്തി വേദി പങ്കിട്ടു. രാഷ്ട്രീയ ഭേദമന്യേ പ്രമുഖ നേതാക്കളെല്ലാം ഒരേ വേദിയിൽ ഒരുമിച്ചിരുന്ന പുതിയ സർക്കാരിന്റെ അധികാരാരോഹണത്തിന് സാക്ഷ്യം വഹിക്കുന്നത് അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ കാഴ്ചയായി. രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികളും വേദിയിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരും ഗവർണർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. കോൺഗ്രസിന്റെയും UDF-ന്റെയും സമുന്നത നേതാക്കളാൽ സമ്പന്നമായിരുന്നു ചടങ്ങ്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി MP, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ച വേദിയിലെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ UDF-ലെ പ്രമുഖ നേതാക്കളും ചടങ്ങിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണാൻ സ്റ്റേഡിയത്തിനകത്തേക്കും പുറത്തുമായി 10,000-കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. പ്രതിപക്ഷത്തെ കരുത്തരായ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും സാന്നിധ്യം കൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യമേറിയതും ഗംഭീരവുമായ തുടക്കമാണ് വി.ഡി. സതീശൻ സർക്കാരിന് തലസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും.